യോഗ ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്, അന്താരാഷ്ട്ര യോഗ ഡേ. എന്തുകൊണ്ടാണ് ജൂൺ 21 യോഗ ഡേ ആചരിക്കുന്നത്? യോഗ എന്നത് ഒരു സംസ്കൃത വാക്കാണ്. അതിന്റെ മലയാളം അർത്ഥം സംഗമം. ഇവിടെ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ലങ്സ് കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക്, നിങ്ങളൊക്കെ യോഗ ചെയ്തിട്ടുണ്ടോ? നേരത്തേക്കോ? അപ്പൊ 5 മണിയും കൂടെ പഠിക്കാം. ഇന്ന് യോഗ ഡേ അല്ലേ? ശരി, നമുക്ക് ആദ്യം നേരിട്ടോട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് താടി നീട്ടി, ഇനി ശ്വാസം എടുത്തുകൊണ്ട് തല വലതുവശത്തേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് തല നേരെ, ശ്വാസം വിട്ടുകൊണ്ട് തല ഇടതുവശത്തേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക്, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശ്വാസം എടുത്തുകൊണ്ട് തല ബാക്കിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ സൈഡിലേക്ക് തലയെങ്ങനെ തിരിക്കാം, പതിയെ തിരിക്കാം. ശരീരം തിരിയേണ്ട, തല മാത്രം. അങ്ങനെ അത് അവിടെ നിന്നുകൊണ്ട് തല മാത്രം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. അകത്തേക്ക്, പുറത്തേക്ക്. നിൽക്കുക, അല്ലാതെ ചിരിക്കണ്ട. അതിന് കൈ ചെയ്യുമ്പോൾ ചിരിച്ചോണ്ട് നിൽക്കണം. അപ്പോൾ നിങ്ങളെല്ലാം സുന്ദരികളും സുന്ദരന്മാരും ആകും. യോഗ ചെയ്യുന്നില്ല, യോഗ മുദ്രയിലാണ് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടന്നത്. ഓർമ്മയുണ്ടോ? വലത്തെ കൈ ബാക്കിലോട്ട്, ഇടത്തെ കൈ ഷോൾഡറിൽ. നേരെ വരാം. ഇനി ഇടത്തെ കൈനെ ബാക്കിലോട്ട്, വലത്തെ കൈനെ ഷോൾഡറിൽ കൊണ്ടുവരാം. നോട്ടം. നിവർന്നിരിക്കുന്നു, തല നേരെ.
വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഇനി റൊട്ടേറ്റ് ചെയ്യൂ. ചിരിച്ചോണ്ടാണോ ചെയ്യുന്നേ? ചിരിച്ചോണ്ടാണോ ചെയ്യുന്നേ? ചിരിച്ചോണ്ട് ചെയ്യും. പുഞ്ചിരി അല്ലാതെ ശരിയല്ല, പുഞ്ചിരി. തിരിച്ച് ഓപ്പോസിറ്റ്. ദേഹത്തൊന്നും കുത്തരുത്. എന്നിട്ട് പതിയെ സിങ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറേ കുത്തരുത്. സൂക്ഷിച്ച് തട്ടിക്കൊടുക്കാം. സാവധാനം ഞാൻ ആദ്യം റിലാക്സ് വയ്ക്കുന്നു. ചേർത്തല്ല. റിലാക്സ്. പിടിക്കാം, വലിക്കാം. റിലാക്സ്. കൈകൾ രണ്ടു വശങ്ങളിലൂടെ താഴേക്ക്. നല്ല വിരലിൽ മുട്ട് വിളയ്ക്കാതെ നല്ല വിരലിൽ മുട്ടിക്കാം. സാവധാനം ഉയർന്നു വരാം. വീണ്ടും കൈകൾ ഉയർത്താം. സാവധാനം കൊണ്ടുവന്ന് ആ വിരലിൽ മുട്ടിക്കാം, മുട്ട് വളയ്ക്കാതെ. സാവധാനം ഉയർന്നു വരാം. ചക്രാസനം. കൈ രണ്ടില് ബാക്കിൽ ഇങ്ങനെ അവിടെ നിന്നോണം. വെള്ളം ഉണ്ടാക്കി ഞാൻ അവിടെ നമുക്ക് ശരിയായി. എഴുന്നേറ്റോ. നോട്ടം ഒരു പോയിന്റിലേക്ക്. ഇങ്ങനെ എന്നും നിന്നാൽ നിങ്ങൾക്ക് നല്ല. ഇത് നമ്മൾ വജ്രാസനത്തിൽ എഴുന്നേക്കുവാണ്. വലത്തെ കാലിനെ തിരിച്ച് വജ്രാസനം പഠിച്ചില്ല. സിമ്പിളല്ലയോ? എടുത്ത് വയ്ക്കുന്നു. വലത്തെ കൈനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇവിടെ ഈ മുട്ട് കഴിഞ്ഞ് അത് കുത്തിയിട്ടുള്ളൂ. എന്നിട്ട് ഇടത്തെ കൈയെടുത്ത് ബാക്കിൽ വയ്ക്കുന്നു. നോട്ടം എതിലേക്കൂടാണ് മടക്കി വയ്ക്കുന്നു. വലത്തെ കൈ ബാക്കിലേക്ക്, ഇടത്തെ കൈ കൊണ്ടുവന്ന് ബാക്കിലേക്ക് നോട്ടം. വലത്ത് വശത്ത് കൊണ്ട് ബാക്കിലേക്ക്. നിങ്ങൾ കൈ മുട്ട് രണ്ടും കുത്തി പതിയെ താഴേക്ക് വരാം. റിലാക്സ്. കൈ രണ്ടും മുമ്പിലേക്ക് നീട്ടാം. റിലാക്സ്. കൈ രണ്ടും ബാക്കിലേക്ക് എടുത്ത് വയ്ക്കാം. ബാക്കിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ആദ്യം മുദ്ര തുടയുടെ ഇടയിൽ കയറ്റി വയ്ക്കാം. കാലുകൾ രണ്ടും ഉയർത്താം. കാല് തറയിൽ. ഉപ്പൂറ്റി രണ്ടും രണ്ടും അകത്തേക്ക്. വലത് വശത്തു കൂടി മലർന്ന് കിടക്കാം. വലത്തെ സൈഡിലൂടെ മലർന്ന് കിടക്കാം. നീട്ടി മലർത്തി തറയിൽ വെക്കൂ. കണ്ണുകൾ അടച്ചാണോ വെച്ചേക്കുന്നേ? ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കിടക്കൂ. നിങ്ങളുടെ വലത്തെ കാൽപാദത്തെ ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കൂ. ഇടത്തെ കാൽപാദത്തെ ശ്രദ്ധിക്കൂ. മേവയറ്.
നെഞ്ച്. സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാം. ശ്വാസതാളത്തെ ശ്രദ്ധിക്കാം. വേണ്ടത്ര സമയമെടുത്ത് നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾ ഒരു പുഞ്ചിരിയോടുകൂടി തുറക്കാവുന്നതാണ്. വേണ്ടി SRG കൺവീനർ ശ്രീമതി ഷൈനി ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ോടുള്ള എല്ലാ ഈ സ്കൂളിൻ്റെ പേരിലും ഞങ്ങളെല്ലാ അധ്യാപകരുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു.